ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ അങ്ങനെ ചോദിച്ചേ? സൂപ്പർ അല്ലേ അമ്മ? നിനക്ക് ഭാഗ്യണ്ടേ കിട്ടും. അമ്മയുടെ കൈപ്പുണ്യല്ലേ? ഒക്കെ ശരിയോ? വെള്ളം ഇത് ഇവിടെ പതിവാ. ചക്കര വരും, കാര്യം പറയട്ടെ. സ്ഥിരം പരിപാടി ഇവിടെ. പൂമ്പാറ്റകളായി പാറുന്നു, പൂമ്പാറ്റകളായി പാറുന്നു, പാറുമ്പോൾ നാം ആടുന്നു, പാറുമ്പോൾ നാം തന്നല്ലേ കുട്ടി വീട്ടിൽ നിന്ന് പഠിക്കുന്നത്? അതെ സാർ. നിങ്ങളുടെ പൂർണ്ണ സഹായം പഠനത്തിൽ അവൾക്കുണ്ടാകണം. അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള പഠിപ്പൊന്നും എനിക്കില്ല, പക്ഷെ ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഡാൻസും പഠിപ്പിക്കുന്നുണ്ട്. അതിൽ സമ്മാനം കിട്ടിയ 15 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുമല്ലോ. അതൊക്കെ ശരിയാവും, ഇവൾ ഉഷാറാ. പിന്നെ ഞാൻ വരാൻ പറഞ്ഞത്, കുട്ടി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് പിറകിലാണ്. സ്കൂളിൻ്റെ ടോപ്പറായിട്ടുള്ള സ്റ്റുഡൻ്റാണ്. എല്ലാ വിഷയത്തിലും ഫുൾ മാർക്കാണ് സ്കൂൾ പ്രതീക്ഷിക്കുന്നത്. ഐശ്വര്യക്ക് എന്താണ് പ്രശ്നം? പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിപ്പോൾ പറയണം. ഇല്ല സർ, അടുത്ത പ്രാവശ്യം ഞാൻ ശ്രദ്ധിക്കാം. ഇനി ഞാൻ ഫുൾ മാർക്ക് വാങ്ങും. വിഷമിക്കൊന്നും വേണ്ട. ഇനിയുള്ള നാളുകൾ വളരെ വിലപ്പെട്ടതാണ്. പഴയ പെർഫോമൻസിലേക്ക് തിരിച്ചു വരണം. ഞങ്ങൾ പരമാവധി ശ്രമിക്കാം. നിങ്ങൾ കൂടി വീട്ടിൽ നിന്ന് നോക്കിയാൽ എല്ലാം ശരിയാവും. ചേച്ചി വിഷമിക്കണ്ട. ഐശ്വര്യ നമ്മളെ പ്രതീക്ഷ തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ല മോളെ? മോള് ക്ലാസ്സിലേക്ക് പോയിക്കോ. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഈ സ്കൂളിൽ തന്നെ LKG മുതൽ പഠിച്ച കുട്ടിയല്ലേ, എല്ലാം ശരിയാവും. ശരി സാർ. സ്കൂളും ട്യൂഷനും എല്ലാം കൂടെ ആകുമ്പോൾ ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. അതോ ഡാൻസ് ഒക്കെ കളിച്ച് വല്ലാണ്ട് ക്ഷീണിക്കണ്ടോ? അങ്ങനെ ഡാൻസ് വേണ്ടെന്ന് നോക്കിയാ? വേണ്ടമ്മേ. പിന്നെ എന്താ നിന്റെ പ്രശ്നം? എനിക്ക് മനസ്സിലാവണില്ല. ചിഞ്ചുന്റെ സ്കൂളിൽ തന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവള് പഠിക്കാൻ മോശാന്നാ പറഞ്ഞേ. പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അവളുടെ ബാഗിൽ നിന്ന് എനിക്കൊരു മൊബൈൽ കിട്ടി. അത് ആരുടെയാന്ന് ചോദിച്ചപ്പോ കൂട്ടുകാരുടെ ചേട്ടൻ കൊടുത്തെന്നോ അനിയൻ കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം ഇതൊക്കെ ആരാന്ന്? അതല്ലേ പറഞ്ഞത്, കൂട്ടുകാരുടെ ചേട്ടനാ പറഞ്ഞത്. എനിക്ക് അവളുടെ പോക്ക് അത്ര ശരിയായിട്ട് തോന്നണില്ല. ചിഞ്ചു എന്താ പറഞ്ഞേ? അവൾ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തു, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന്. തൽക്കാലം നമുക്ക് അതങ്ങ് വിശ്വസിക്കാം. നിങ്ങൾക്ക് എത്ര നാളായിട്ട് ഐശ്വര്യ അറിയാം? അധികമായില്ല. ആക്ച്വലി ഷീസ് മൈ സിസ്റ്റേഴ്സ് ഫ്രണ്ട്. അങ്ങനെ പരിചയപ്പെട്ടാണ്. പരിചയപ്പെട്ടപ്പോൾ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. പാവം കുട്ടിയാണ്. അപൂർവമായിട്ടേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. കാണുമ്പോഴൊക്കെ അവൾക്ക് അമ്മയെക്കുറിച്ചേ പറയാനുള്ളൂ. അങ്ങനെ കേട്ട് കേട്ട് എനിക്ക് ഒരു ആരാധനയായി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കിങ്ങനെ സൂചിപ്പിക്കണ വർത്താനൊന്നും ഇഷ്ടമല്ല കേട്ടോ. അയ്യോ, ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. സത്യമായിട്ടും ഞാൻ പറഞ്ഞ സത്യമാണ്. ഇനിയിപ്പം നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്റെ മോളെ വളർത്താം. അവളൊരു വാക്കുകൊണ്ട് പോലും ഞാൻ നോവിക്കാറില്ല. അതിനോട്ട് ഞാൻ ആരെയും സമ്മതിക്കില്ല. പ്ലീസ്, ഞാൻ പറയണമെന്ന് വിശ്വസിക്കൂ. ഷീസ് ലൈക്ക് എ ഡോട്ടർ ടു മീ. എൻ്റെ ഒരു മകളെ പോലെയാണ്. എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമല്ലോ അല്ലേ? തീർച്ചയായും വിശ്വസിക്കാം, 100%.
പറയൂ. തെറ്റാണെങ്കിൽ എന്നോട് വെറുപ്പൊന്നും തോന്നരുത്. പറയൂ. ടീച്ചറെ കാണുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഞാൻ ടീച്ചറെ പ്രണയിക്കായിരുന്നു. ഞാൻ തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ഇനി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അതെ, ഇവിടെ ഇങ്ങനെ കാവലായിട്ടിരിക്കാണ്ട് ഒന്ന് മാറിത്തരോ? എനിക്ക് മതിയായി നിങ്ങളോട് ജീവിച്ച്. ഞാനിപ്പോ എങ്ങോട്ട് പോകാനാ? ഞാനിപ്പോ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. 17 കൊല്ലമായി നിങ്ങൾ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. എന്ത് നിങ്ങളുടെ പഞ്ചാര വാക്കിൽ ഞാൻ വീണോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. ഞാൻ പറഞ്ഞ എന്റെ വാക്കിൽ വീടാൻ. നിങ്ങൾ വലിയ കവിയല്ലേ, സാറല്ലേ? വല്ലവരും എഴുതി വെച്ച കവിത പാടി നടക്കാനേ നിങ്ങൾക്ക് പറ്റൂ. അല്ലാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രേമമില്ല, സ്നേഹമില്ല, ഒന്നുമില്ല. അതെല്ലാം മനസ്സിലാക്കിയപ്പോഴേ കാലം കുറെ കഴിഞ്ഞു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരണുണ്ട് ഇവിടെ. ഭംഗിയാ കാണാൻ. ഞാൻ ആദ്യമായിട്ടാ ബീച്ച് കാണുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. എന്ത് ഭംഗിയല്ല ഇങ്ങനെ നോക്കിയിരിക്കാൻ. നമ്മള് നന്നായി റിലാക്സ് ആവും. ജീവിതം തീർന്നിട്ടൊന്നുമില്ലല്ലോ. ആവശ്യം വിട്ടതോ. മോട്ടർ. അമ്മേ, ഈ അമ്മ എവിടെ പോയേ? എന്താ അമ്മ ഇത്? എത്ര നേരമായി വിസിലടിക്കണു? കേക്കണില്ലേ? കുക്കർ മാത്രമല്ല, മോട്ടോർ ഓഫ് ചെയ്തിട്ടില്ല. വേണ്ട, ഞാൻ ഓഫാക്കി. കുറച്ച് നാളെ ഞാൻ ശ്രദ്ധിക്കണുണ്ട്. ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. എപ്പോഴും ഒരു ഫോൺ ഫോൺ ഫോൺ. ചക്കര എല്ലാവർക്കും മറുപടി അയക്കണ്ടേ, അതിനാണ്. മനസ്സിലായി. അമ്മ ഒരു ഫോൺ അഡിക്റ്റ് ആണ്, അത്ര തന്നെ. അങ്ങനെയൊന്നും ഇല്ലടാ, വേണമെങ്കല്ലേ നീ. ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നല്ലേ? അതും എന്നെ പോലൊരു സ്ത്രീ. നിനക്ക് സംഭവിക്കണ്ടേ? നമ്മൾ കൂട്ടുകാരും അങ്ങനെ തന്നെയല്ലേ? അഖിലിനെ പരിചയപ്പെട്ട ശേഷം ഞാൻ സന്തോഷം എന്തെന്ന് അറിഞ്ഞത്, സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയത്. അതിനെന്താ ടെൻഷൻ ഉണ്ടോ? അഖി, ഒരു കാര്യം ചോദിക്കട്ടെ? നീ എന്നെ എന്തെങ്കിലും വിട്ടിട്ട് പോകും? ഒരു ചോദ്യം. എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരു പുതിയ ജീവിതം തന്ന നീയാ. ഞാൻ എപ്പോഴും കൂടി പേടിക്കണ്ട.
എന്താ? അത് വെറുതെ എനിക്ക് എല്ലാ ദിവസവും നിന്നെ കാണാനൊന്നും പറ്റില്ലല്ലോ. ഇല്ലാക്കി, ഇത് വേണ്ട, എനിക്ക് പേടിയാക്കി. അതിനെന്താ പേടിക്കാൻ? ഞാൻ ചിലപ്പോ ബോംബെയിലോ ദുബായിലൊക്കെ ആയിരിക്കില്ലേ. അപ്പൊ രാത്രി ഇങ്ങനെ എന്റെ കൂടെ ഒരു ഫീൽ ഉണ്ടാവും. ഞാൻ നിനക്ക് വായിച്ചു തരാം. എവിടെ വിളിച്ചാലും ഞാൻ വരില്ലാക്കി. പക്ഷെ വേണ്ടാക്കി, ഇത് വേണ്ട പ്ലീസ്. എനിക്ക് വേണ്ട. ഉറപ്പാണോ? എന്തു പറ്റി? നീ എന്താ ഇവിടെ വന്നിരിക്കണേ? ഒന്നുമില്ല. നീ എന്റെ ഫോൺ നോക്കിയോ? ഇല്ല. വാട്സപ്പ്? ഇല്ല. പക്ഷെ ഞാൻ ഫോൺ വെച്ചെടുത്തല്ലോ ഇരുന്നത്. എനിക്കറിഞ്ഞൂടാ. അർജന്റ് ആയിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞു. ആക്കി ഐശ്വര്യ വിളിച്ചിരുന്നോ? ഇന്നലെ വിളിച്ചിരുന്നു. അത് നീ ടെൻഷൻ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്തിനാ വിളിച്ച? എന്താ പറഞ്ഞ അവള്? അവൾക്ക് നമ്മുടെ ബന്ധത്തെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞു. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അത് വളരെ ഷൗട്ട് ചെയ്തിട്ടൊക്കെയാണ് സംസാരിച്ചത്. ഞാനിത് ഒരിക്കലും അനുവദിക്കില്ല എന്നൊക്കെ ഭീഷണി. എന്താണ് അവിടെ ഇത്ര ഉണ്ടായത്? അത് ഞാൻ കുളിക്കുകയോ മറ്റോ ചെയ്തപ്പോൾ അവൾ എൻ്റെ മൊബൈൽ എടുത്ത് നോക്കിയിട്ടുണ്ടാവും. എൻ്റെ സംശയമാണ്. അതിൽ നമ്മുടെ മെസ്സേജ് ഒക്കെ ഇല്ലേ? അവളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ കുറച്ച് ദിവസമായിട്ട് മാറ്റം ഉണ്ടായിരുന്നു. അവൾ അച്ഛനോട് പറയും, വേണ്ടി വന്നാൽ പോലീസിന്റെ അടുത്തൊക്കെ പോകും എന്നാണ്. പേടിയാവുന്നു നോക്കി. പേടിക്കണ്ട. ഓക്കെ. ഞാൻ ചെഞ്ച വീട്ടിൽ വന്നിരുന്നു. എന്തിന്? അവള് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്ത് കാര്യം? നിന്നെ കുറിച്ച് തന്നെ. വൃത്തിയേട്, നാളെ ഇല്ലേ? അതിനുശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താ കാര്യം? നിനക്കൊന്നല്ലേ 10-18 വയസ്സായ മോളില്ലേ? 40-40 വയസ്സായില്ലേ നിനക്ക്? പ്രേമിച്ച് കിടക്കാൻ ഒരു പ്രായം. നിന്നെ അമ്മ വിളിക്കവൾക്ക് അറപ്പാ. നിന്നോടുള്ള വൈരാഗ്യം അത്രയ്ക്കുണ്ട്. കൊല്ലാനും മടിക്കില്ല. ഞാൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം. എനിക്ക് എത്രേ പറയാനുള്ളൂ. കഴിക്കാം. ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് നന്നായിട്ടുണ്ട്. എന്താ പറ്റും മോളെ? തലവേദനയും വയറുവേദനയും